നമസ്കാരം. അധികാരത്തിന്റെ മാറ്റുലികൾ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് കോറിഡോറുകളിൽ മാത്രമല്ല, കണ്ണൂർ പിണറായിയിലെ പാണ്ഡ്യാലമുക്കിലും അതീവ പ്രകടനമായി തുടരുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടിന്റെ മതിലിനോട് ചേർന്ന് കഴിഞ്ഞ 10 വർഷമായി അനക്കമില്ലാതെ കിടന്നിരുന്ന പഴയ പോലീസ് ജീപ്പ് ഒടുവിൽ അവിടെ നിന്ന് മാറ്റാൻ തീരുമാനമായിരിക്കുന്നു. സംസ്ഥാന സെക്യൂരിറ്റി റിവ്യൂ കമ്മിറ്റി അടിയന്തരമായ യോഗം ചേർന്ന് പച്ചക്കൊടി കാട്ടുന്നതോടെ പിണറായി വിജയന്റെ വീട്ടുപടിക്കലെ താൽക്കാലിക ജീപ്പ് സ്റ്റേഷൻ ചരിത്രമാകും. എന്നാൽ വർഷങ്ങളായി എഞ്ചിൻ പോലും അനങ്ങിയിട്ടില്ലാത്ത ബാറ്ററി ഉരുമാറ്റിയ വാഹനം ഇനി സ്വന്തം കരുത്തിൽ ഓടിച്ചു പോകാനാകില്ല. മറ്റൊരു ക്രെയിനോ വണ്ടി ഉപയോഗിച്ച് കെട്ടിവലിച്ചുകൊണ്ട് പോകേണ്ട ഗതികേടിലാണ് ഈ അധികാര ചിഹ്നം ഇപ്പോൾ ഉള്ളത്. മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞ് പിണറായി വിജയൻ നിയുക്ത പ്രതിപക്ഷ നേതാവായി മാറിയിട്ടും മാറാത്ത ഈ ജീപ്പ് കോട്ട മാധ്യമ വാർത്തകൾക്ക് പിന്നാലെ ഒടുവിൽ പോലീസ് ഉന്നതർ ഇടപെട്ടാണ് പൊളിച്ചെഴുതുന്നത്. ലളിതജീവിതം നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോഴും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതോടെ അദ്ദേഹത്തിന്റെ വസതിക്ക് ചുറ്റുമൊരുക്കിയ സുരക്ഷാ സംവിധാനങ്ങൾ പലപ്പോഴും അമിതമാണെന്ന ആക്ഷേപം ശക്തമായിരുന്നു. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു 2014 മോഡൽ മഹീന്ദ്ര ബൊലേറോ ജീപ്പ്. പോലീസുകാർക്ക് കാവലിരിക്കാനും റെസിഡന്റ് ജോലിയുടെ രേഖകൾ സൂക്ഷിക്കാനുമായി 10 വർഷം മുൻപ് പിണറായിയുടെ വീട്ടുപടിക്കൽ കൊണ്ടിട്ടതാണ് ഈ വാഹനം. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ കാറ്റുപോയി, എഞ്ചിൻ ജാമായി, ബാറ്ററി പൂർണ്ണമായി നശിച്ചതിനെ തുടർന്ന് അഴിച്ചുമാറ്റി. ഒടുവിൽ ഒരു വാതിൽ മാത്രം തുറക്കാവുന്ന ഈ ഇരുമ്പ് കൂടായി ഈ ജീപ്പ് മാറി. 10 വർഷം തുടർച്ചയായ ഒരു വാഹനം ഒരു വീടിന് മുന്നിൽ വെയിൽ കാഞ്ഞും മഴ നനഞ്ഞും കിടക്കുക, ഒടുവിൽ അതിനെ കെട്ടിവലിച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥ വരികയെന്നത് കൗതുകകരമാണെങ്കിലും അതിനുള്ളിൽ കഴിഞ്ഞിരുന്ന മനുഷ്യരുടെ ദുരിതം ചെറുതായിരുന്നില്ല. എയർ ക്യാമ്പിലെ 6 പോലീസുകാരും 2 SIമാരും അടങ്ങുന്ന സംഘമാണ് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഈ തുരുമ്പിച്ച ജീപ്പിനുള്ളിൽ 10 വർഷമായി 24 മണിക്കൂറും കാവലിരുന്നത്. പെരുമഴയത്തും കൊടുംചൂടിലും ഈ ജീപ്പിന്റെ ഇടുങ്ങിയ സീറ്റിലിരുന്ന് ഡ്യൂട്ടി ചെയ്യേണ്ടി വന്ന പോലീസുകാരുടെ അവസ്ഥ മനുഷ്യാവകാശ ലംഘനത്തിന് തുല്യമായിരുന്നു. അതിലും കഷ്ടം ഈ പോലീസുകാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഒരു ശൗചാലയം പോലും വിട്ടുകൊടുത്തിരുന്നില്ല എന്നതാണ്. തുടക്കത്തിൽ അയൽപ്പക്കത്തെ വീടുകളെ അതിനെയൊക്കെ ആശ്രയിച്ചിരുന്ന പോലീസുകാർ പിന്നീട് സമീപത്തെ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് വന്ന ശേഷമാണ് അവിടുത്തെ ശൗചാലയം ഉപയോഗിക്കാൻ തുടങ്ങിയത്. വിപ്ലവ സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പ് കൈയാളിയ മുഖ്യമന്ത്രിയുടെയും സ്വന്തം വീടിന് മുന്നിലാണ് പോലീസുകാർക്ക് ഈ ദുരവസ്ഥ ഉണ്ടായതെന്ന് വലിയൊരു രാഷ്ട്രീയ വൈരുദ്ധ്യമാണ്. ഭരണമാറ്റത്തിന് പിന്നാലെ ജീപ്പ് പീഡനം പുറത്തായതോടെയാണ് ഇപ്പോൾ പോലീസുകാർക്ക് ശാപമോക്ഷമാകുന്നത്. കേരള പോലീസിന്റെ നവീകരണത്തെക്കുറിച്ചും ഉദ്യോഗസ്ഥരുടെ ക്ഷേമത്തെക്കുറിച്ചും വാചാലമാകുന്ന ഒരു ഭരണകൂടം തങ്ങളുടെ മൂക്കിന് താഴെ സ്വന്തം സേനാംഗങ്ങളെ എപ്രകാരമാണ് കൈകാര്യം ചെയ്തത് എന്നതിന്റെ ജീവിക്കുന്ന തെളിവായിരുന്നു പാണ്ഡ്യാലമുക്കിലെ കാഴ്ച. സുരക്ഷാ അവലോകനങ്ങളുടെ പേരിൽ താഴെത്തട്ടുള്ള പോലീസുകാരെ അടിമകളെപ്പോലെ വെയിലത്തും മഴയത്തും ഇരുത്തുന്ന പഴയ ഫ്യൂഡൽ മാടമ്പിത്തരത്തിന്റെ തുടർച്ചയായാണ് പലരും ഇതിനെ വിലയിരുത്തുന്നത്. VIP സുരക്ഷയുടെ പേരിൽ ലക്ഷങ്ങൾ വില വരുന്ന ആധുനിക ക്യാരവാനുകളും മൊബൈൽ വിശ്രമമുറികളും ഒരുക്കാൻ ഫണ്ടുള്ള ആഭ്യന്തര വകുപ്പാണ് 10 വർഷം പഴക്കമുള്ള ഒരു ക്യാബിൻ പോലും ഇല്ലാത്ത തുരുമ്പെടുത്ത വണ്ടിയിലേക്ക് പോലീസുകാരെ തള്ളിവിട്ടത്. പോലീസുകാരുടെ സംഘടനകൾ പോലും ഈ വിഷയത്തിൽ നിശബ്ദത പാലിച്ചു എന്നത് പാർട്ടി വിധേയത്വത്തിന്റെ മറ്റൊരു ആഴം വ്യക്തമാക്കുന്നു. ഭരണത്തിന്റെ അവസാന നാളുകളിൽ പ്രതിപക്ഷത്തു നിന്നും പൊതുജനങ്ങളിൽ നിന്നും കടുത്ത വിമർശനങ്ങൾ ഉയർന്നിട്ടും ഈ ജീപ്പ് മാറ്റാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറായിരുന്നില്ല. മുഖ്യമന്ത്രി വിദേശത്തോ തിരുവനന്തപുരത്തോ ആയിരിക്കുമ്പോൾ പോലും പാണ്ഡ്യാലമുക്കിൽ ഈ ഒഴിഞ്ഞ വീടിന് മുന്നിൽ പോലീസുകാർക്ക് കാവൽ നിൽക്കേണ്ടി വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗതികേട്.